ഒരുപാട് പേര് ചോദിച്ചതിന് ഉത്തരവും കൂടാതെ തന്നെ ഞാൻ വളർന്ന എൻ്റെ വീട് ജീവമാതാ കാരുണ്യ ഭവൻ, ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാം. അവിടെയുള്ള വിശേഷങ്ങളും എന്താ ഈ ജീവമാതാ കാരുണ്യ ഭവൻ എങ്ങനെ വന്നു, അല്ലെങ്കിൽ ആരാണിപ്പോൾ സ്ഥിരമായിട്ട് നടത്തുന്നത്, ഇതിൻ്റെ ബാക്കിലുള്ള കഥ എന്താണ്, എല്ലാം നമുക്ക് പോയി കണ്ടു കാണാം. നമ്മുടെ അമ്മേനെയും അമ്മേൻ്റെ ഓഫീസും കാണാം. ഇതാണ് ഞങ്ങളുടെ അമ്മ, ജീവമാതാ കാരുണ്യ ഭവനിലെ ഡയറക്ടർ. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഞങ്ങളുടെ അമ്മയ്ക്ക് ശംഖുമുദ്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഏറ്റവും പറയേണ്ട ഒരു കാര്യമാണ് വനിതാ രത്നം പുരസ്കാരം 2019 അമ്മയ്ക്ക് ലഭിച്ചായിരുന്നു. വേറൊരാളെ പരിചയപ്പെടുത്തി തരാം. അതിനു മുമ്പേ ഒരു കാര്യം പറഞ്ഞുതരാം. എന്നെപ്പോലെ തന്നെ ഇവിടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നും പറഞ്ഞ് എൻ്റെ വർഷേച്ചീനെ വന്ന് ഇഷ്ടപ്പെട്ട് ഒരു അന്നദാനം നടത്താൻ വേണ്ടി വന്നതാണ്. വന്ന് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഒരു അംഗമായിട്ട് പോകുന്ന വേറൊരാളുണ്ട്. അതാണ് സുഹിത്തേട്ടൻ. സുഹിത്തേട്ടൻ ഇവിടെ വന്നപ്പോൾ ഉള്ള ഇവിടുത്തെ സാഹചര്യവും മാറ്റങ്ങളാണ് വന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പുരസ്കാരങ്ങൾ അമ്മയ്ക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ അമ്മയെ തേടിയെത്തി. കാരണം അത് നല്ല പ്രവർത്തനങ്ങൾക്ക് ഒരു അമ്മയ്ക്ക് ഞാൻ വരുന്നതിന് മുമ്പേ വനിതാ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വനിതാ ശിശുഭവന്റെ നമ്മുടെ വനിതാ പുരസ്കാരം ലഭിച്ചു. അത് അമ്മയ്ക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു അംഗീകാരമാണ്. കാരണം നമ്മുടെ സർക്കാരിൻ്റെ ഒരു അംഗീകാരം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൽ കവിഞ്ഞ് വേറെ ഒരു കാര്യമില്ല. കാരണം ഇത്രയും ഒറ്റയ്ക്കൊരു സ്ത്രീ ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചിലപ്പോൾ എൻ്റെ ഒരു നിയോഗമായിരിക്കും ഞാൻ ഇവിടെ വരണമെന്നും ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും അമ്മയെ സഹായിച്ച് നിൽക്കണമെന്നുള്ളത്. അപ്പോൾ ഇനിയും തുടരും. അമ്മയുടെ കൂടെ ഇനിയും ഞാനും ഉണ്ടാവും. ഈ ജീവമാതാ കാരുണ്യ ഭവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളെല്ലാവരും ഒരേപോലെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പത്തനാപുരം പുന്നലയിൽ ശ്രീ വിജിലൻസ് തുടങ്ങിയ സ്ഥാപനമാണ് ജീവമാതാ കാരുണ്യ ഭവൻ. 2011 ഞങ്ങളുടെ ചാച്ചൻ മരണപ്പെട്ടു. അതിനുശേഷം ഞങ്ങളുടെ അമ്മ ഉദയഗിരിച്ച ഞങ്ങളുടെ അമ്മ ജീവമാതാ കാരുണ്യ ഭവന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അടൂർ SNIT കോളേജിലെ ചെയർമാൻ ശ്രീ സദാനന്ദ സാറാണ് ആദ്യം നമുക്ക് 10 സെന്റ് തന്ന് സഹായിച്ചത്. പിന്നെ സന്മനസ്സുള്ള ഓരോ വ്യക്തികളും നമുക്ക് 1/2 സെന്റ്, 1 സെന്റ്, 2 സെന്റ് അങ്ങനെ തന്നാണ് ഈ ജീവമാതാ കാരുണ്യ ഭവൻ ഇത്രത്തോളമായി തീർന്നത്. ചിൽഡ്രൻസ് ഹോമിലേക്ക് പോവാം. നിങ്ങൾ വിശ്വസിക്കോ ഇല്ലേന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇത് ഞങ്ങളും അമ്മയും കൂടെ ചേർന്ന് ഇട്ടതാണ് ഇന്റർലോക്ക്. കൂടാതെ സന്ധ്യച്ചുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ ഈ പെയിന്റ് അടിയും കാര്യങ്ങളും എല്ലാം ഞങ്ങളായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ തന്നെയാണ്. സ്പോൺസർ ചെയ്തത് ഞങ്ങൾക്ക് പഠിക്കാനും പടം വരയ്ക്കാനും ഒക്കെ. ഇവിടെ നല്ലതായിട്ട് പടം വരയ്ക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് കണ്ടു. ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത്. കൂടാതെ ഇതാണ് റൂമുകൾ. നമുക്ക് 7ഓളം റൂമുണ്ട്. ഇതാണ് ഞങ്ങളുടെ സ്റ്റഡി ഹാള്.
ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. കൂടാതെ നമുക്ക് CWC മുഖേനയാണ് ഞങ്ങളെല്ലാവരും ഓരോരുത്തരെയും ഓരോ കാരണത്താൽ ഇങ്ങോട്ട് വിടുന്നത്. ചൈൽഡ് പ്രൊട്ടക്ഷൻ, CWC അങ്ങനെ ഓരോ കേന്ദ്രത്തിൽ നിന്നാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിടുന്നത്. പിന്നെ ഞങ്ങളുടെ ലോകവും ഞങ്ങളുടെ വീടും ഞങ്ങളുടെ അമ്മമാരും ഞങ്ങളുടെ അനിയത്തിയും ചേച്ചിമാരും എല്ലാവരും പിന്നെ ഈ ഒരൊറ്റ ഒരു കുടുംബത്തിലാണ് ഞങ്ങൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടതാണ് ഞാൻ വളർന്ന എൻ്റെ വീട്. 1 വയസ്സ് മുതൽ +2 വരെ പോകുന്നവർ ഇനിയും നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ട്. ഇപ്പോൾ പുറത്തുനിന്നായാലും ഒരു ഫാമിലി വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മൾ തോന്നും നമ്മൾ ഓഫനേജാ, അപ്പോൾ ഓഫൻ കുട്ടികളാ എന്നെല്ലാം അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു 100-ൽ ഒരു 10% പേർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങളിവിടെ ഫുൾ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് എന്താ ഒരു നല്ലൊരു ഫാമിലി ഉണ്ട്, നല്ലൊരു അമ്മയുണ്ട്, നല്ലൊരു ചേച്ചി, ഏട്ടൻ, അതുപോലെ തന്നെ ഇഷ്ടം പോലെ അമ്മമാർ, കുഞ്ഞുങ്ങൾ. ഞങ്ങൾ ഫുൾ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് പുറത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളെക്കാട്ടി ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. ഞങ്ങൾ ഈ സ്ഥാപനത്തിനുള്ളിൽ, ഞങ്ങൾ ഈ കുഞ്ഞു വീടിനുള്ളിൽ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. ഇതാണ് ഞങ്ങളുടെ പേച്ചിയമ്മ, തമിഴ്നാട്ടുകാരിയാണ്. കേരളത്തിൽ വരുമ്പോൾ തമിഴ്നാട്ടിൽ കൊണ്ടുവിട്ടാലും തിരിച്ച് കേരളത്തിൽ തന്നെ വരും. ஒரு கோடி பாடல்கள் நான் பாடுவேன், அதை பாமாலையாக நான் சூடுவேன். உலகெல்லாம் நற்செய்தி நானாகுவேன், உந்தன் புகழ் பாடி நான் வாழுவேன். ஒரு கோடி பாடல்கள் நான் பாடுவேன். இளங்காலை பொழுதுந்தன் துதி பாடுதே, அங்கு விரிகின்ற மலருன் புகழ் பாடுதே. இளங்காலை பொழுதுந்தன் துதி பாடுதே, அங்கு വിരിகின்ற മലരും തുതി പാടുതേ. ഇതാണ് ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോം. പോലീസ് സ്റ്റേഷൻ മുഖേനയും പഞ്ചായത്ത് മുഖേനയുമാണ് അമ്മമാരെല്ലാം നമ്മളിവിടെ നിർത്തിയേക്കുന്നത്. നമുക്ക് അകത്തേക്ക് പോവാം. ഇങ്ങോട്ടാക്കും. അത്യാവശ്യം നടക്കാൻ പറ്റും, സ്റ്റെപ്പിൽ നിന്ന് വീഴത്തില്ലെന്ന് ഉറപ്പുള്ള അമ്മമാരെ സ്റ്റാഫുകൾ പിടിച്ച് മേലിൽ കൊണ്ടുപോകും. എനിക്ക് പിന്നെ കുഞ്ഞുവാക ഉള്ളതുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ വയ്യ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേലത്തെ നിലയും കൂടെ കാണിച്ചു തന്നെ. പിന്നെ നമുക്ക് ഈ തീരെ കിടപ്പിലായ അമ്മമാർക്ക് നമ്മൾ മിക്സിയിൽ ചോറടിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക ചെയ്യുന്നത്. നടക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബെഡിൻ്റെ അവിടെ തന്നെ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കും. അക്കൗണ്ടന്റാണ്. 23 ഫസ്റ്റ് ഇവിടെ വരുന്നത്. അന്ന് നമുക്ക് ഇത്രയും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും കുറേ പേരൊക്കെ സഹായിച്ചാണ് നമ്മൾക്ക് ഈ ബിൽഡിംഗ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടായത്. ഓഫീസ് ഫ്രണ്ടിലായി. നേരത്തെ ഈ ഒരു താഴത്തെ ഒരു നിലയിൽ മാത്രമായിരുന്നു നമ്മുടെ സ്ഥാപനം ഉള്ളത്. ഇപ്പം മേളിൽ ഒരു ഫ്ലോർ കൂടെ ഉണ്ട്. ആ ഫ്ലോറിൽ ആവുന്ന അമ്മമാരൊക്കെയാണ് അവിടെ. താഴത്തെ ഫ്ലോറിൽ നമ്മുടെ കിടപ്പായിട്ടുള്ള തീരെ വയ്യാത്ത അമ്മമാരൊക്കെയാണ് ഉള്ളത്. നമുക്ക് ഇപ്പം ടോട്ടൽ നമുക്ക് 80 പേരോളം നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. നമുക്ക് അത്രയും പേർ കൂടെ ഈ ഉള്ള സ്പേസും കാര്യങ്ങളും ഒന്നും ഇല്ല. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ അന്നദാന പന്തലിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ
എൻ്റെ പേര് ഐശ്വര്യ. ഞാനിവിടെ ചിൽഡ്രൻസ് ഹോമിൽ കൗൺസിലറാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 7 മാസമായി. CWCന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ അമ്മമാർ നമുക്ക് പോലീസ് സ്റ്റേഷൻ വഴിയും അതുപോലെ സാമൂഹ്യ പ്രവർത്തകർ വഴിയൊക്കെ വരുന്ന അമ്മമാരുമാണുള്ളത്. അപ്പോൾ നമ്മുടെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെയാണ് ഞങ്ങൾ ലക്കി ഡ്രോയിൻ്റെ കൂപ്പൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇച്ചിക്കൂടെയൊക്കെ പുതുക്കി പണിയാൻ വേണ്ടിയാണ്. എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഫുഡ് കഴിക്കാനുള്ള സ്പേസ് ഇതിൻ്റെ അകത്തില്ല. നമ്മുടെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷനോ ഇല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഞങ്ങളുടെ അമ്മമാരെയും കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെയും കൂടെ സന്തോഷത്തോടെ വന്ന് ഒരു ദിവസം നല്ല സൂപ്പർ ഒരു ദിവസം ആക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾക്കും വന്ന് വിസിറ്റ് ചെയ്യാം. ഒരു ദിവസം മുഴുവനും ഞങ്ങളുമായിട്ട് ചിലവഴിക്കാം. നിങ്ങളും നിങ്ങളുടെ ഫാമിലീനെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഇത് മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞു കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.